സ്വതവേ ദുർബല ഇപ്പൊ ഗർഭിണിയും അതാൻ്റെ അവസ്ഥ. ഞാൻ ഗർഭിണിയൊന്നുമല്ല കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ എനിക്ക് ഭയങ്കര ഗുഡ് മോർണിംഗ് ഭയങ്കര മടിയാ. അതുകൊണ്ട് വീഡിയോ എടുക്കാനും ഒന്നിനും ഒരു ഉഷാറില്ല. എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി പോകുന്നു. ആഹാ നല്ല എവിടെ ഇതിന്റെ മരം കാണുന്നില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, ഡെയിലി പോകുമ്പോൾ ഒന്ന് നോക്കി വെക്കാന്നേ. ആരാടാ അത് പട്ടാപ്പകൽ ആൾക്കാരാണ് വന്ന് മോഷ്ടിക്കുന്നത്. ഒയ്യോ, വെട്ടാനുള്ള മരം, റോഡ് സൈഡിലേക്ക് നീണ്ടു നിൽക്കുന്ന മരം ഒക്കെ മുറിക്കുന്ന ഗവൺമെന്റ് ജോബുകാരാ. വെറുതെ മുട്ടാൻ പോണ്ട. കേരളത്തിങ്കം കേരള നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരാളെ നേരെ കുളിക്കാൻ ഞാൻ മോശമല്ലേ എന്ന അടിസ്ഥാന ആശയിൽ നിന്നും ഈ നാട്ടിൽ ഒരു 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ലുക്കും വെച്ചിട്ടാണ് ഞാൻ ഈ സാധനം വാങ്ങാൻ പോയത്. ചിലപ്പോൾ നമ്മളവന്മാർ പറ്റിച്ചാലോ റോഡ് സൈഡിലായതുകൊണ്ട് നല്ല എക്സ്പ്രഷനും പാസ്സാക്കി ഞാനിത് കുടിച്ച് കഴിഞ്ഞിട്ട് എവിടെ ഇടണ്ടേ, നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള പോലെ അഭിനയിക്കുകയും വേണമല്ലോ, ഇല്ലെങ്കിൽ അവന്മാരൊന്ന് പറ്റിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവസാനം അതിനകത്തുണ്ടായിരുന്ന വെള്ളം വരെ ഊറ്റി കുടിച്ച ശേഷമാണ് ഞാൻ അത് ഒഴിവാക്കിയത്. അതിനു മുന്നേ ഒരു പിക്ക് എടുക്കാൻ പറഞ്ഞില്ല, കയ്യിലെ 10 രൂപ നിങ്ങൾ ആരും കാണാതെ പോയത്. എന്നിട്ടും ഞാൻ 60 രൂപയ്ക്ക് ഇളനീര് വാങ്ങിച്ചു കഴിച്ചു. അതും കഴിഞ്ഞ് യാനിയുടെ പിന്നാലെ നോക്കുമ്പോഴാണ് ഇവിടെ വയസ്സായാലും എല്ലാവരും കൂടും. നമ്മളതൊക്കെ കല്യാണത്തിന് പോകുമ്പോഴല്ലേ ഇവന്മാർ എല്ലാവരും കൂടുള്ളൂ. വീട്ടിലേക്ക് പോകുന്നവരാണ് ആ കടക്കാരൻ നൈസായിട്ട് പറ്റിച്ചു. മനസ്സിലായി. അടുത്ത പറ്റിപ്പിച്ചവരായിട്ട്